ഹായ് ഓൾ ക്യുവൻസ് അക്കാഡമിയുടെ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 10 മില്യൺ ആളുകളിലേക്ക് ഫ്രീ ആയിട്ട് AI ടെക്നോളജി എങ്ങനെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ChatGPT എന്താണെന്നും അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോയിൽ നമ്മൾ ChatGPT ഒന്നുകൂടെ ഓവർവ്യൂ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അമേരിക്കൻ കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഓപ്പൺ AI എന്ന് പറഞ്ഞ കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. അതായത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുന്നത്. കൃത്യമായി പഠിച്ച കാര്യങ്ങളിൽ നിന്നും ആൻസേഴ്സ് കണ്ടെത്തുക. ChatGPT-യിൽ ബില്യൺസ് ഓഫ് ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്ന ഓരോന്നിനും അതിന്റെ ഡാറ്റാബേസിൽ പോയി അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ആൻസേഴ്സ് തരികയാണ്. അതായത് യൂസർക്ക് വേണ്ടത് അനലൈസ് ചെയ്തുകൊണ്ട് ഇന്റർഫേസിലേക്കാണ് നമുക്ക് അതിന്റെ റിസൾട്ട് തരുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ChatGPT-യുടെ 5 വേർഷൻ ആണ്. ChatGPT തന്നെ അവര് ഹൈലി ഇന്റലിജന്റ്, ആവറേജ് ഇന്റലിജന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലാസ്റ്റ് അപ്ഡേറ്റ് നടന്നിട്ടുള്ളത് 2024 സെപ്റ്റംബറിലാണ്. അതുവരെയുള്ള എല്ലാ ഡാറ്റകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാബേസിൽ നിന്ന് ChatGPT നമുക്ക് തരുന്നതാണ്. ടെക്നോളജി 1 by 1 ഡേ ആയിക്കൊണ്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓപ്പൺ AI-യുടെ CEO ഫൗണ്ടറായ സാം ആൾട്ട്മാൻ, അദ്ദേഹം അമേരിക്കൻ ഓണ്ടർപ്രീണറും ഒരു ഇൻവെസ്റ്ററും ഒരു പ്രോഗ്രാമറും കൂടിയാണ്. ഓപ്പൺ AI-യിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയാണ്. 2019 $1 ബില്യൺ ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2023 ആയപ്പോഴേക്കും 10 ബില്യൺ വരെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പല വലിയ വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം AI ടെക്നോളജി അത്രയും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ChatGPT പോലുള്ള AI ടൂൾസ് ഉപയോഗിക്കുന്ന സമയത്ത് കറക്റ്റ് കമാൻഡ് കൊടുക്കും. ഒരു കമാൻഡിന് ഒരു പ്രോംപ്റ്റ് എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് കൊടുത്താലേ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് അവിടെ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അതുപോലെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗൂഗിളും ChatGPT തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ് എന്നുള്ളത്. ഗൂഗിളിനോട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് ആണ് ഗൂഗിൾ തരുന്നത്. അതിൽ നിന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഏറ്റവും ബെറ്റർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നാൽ ChatGPT-യോട് നമ്മൾ ഒരു കമാൻഡ്, ഒരു പ്രോംപ്റ്റ് ചോദിച്ചാൽ ഒറ്റ ആൻസർ ആയിരിക്കും നമുക്ക് അവിടെ ഇങ്ങോട്ട് വരും. അതായത് എനിക്കൊരു റെസ്യൂം ക്രിയേറ്റ് ചെയ്യണം. ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് കാണിച്ചു, അതായത് അതിലേക്കുള്ള ഒരു സെർച്ച് എഞ്ചിൻ ആയിരിക്കും കാണിച്ചു തരുന്നത്. എന്നാൽ ChatGPT ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിലേക്ക് ഒരു പ്രോംപ്റ്റ്, നമ്മളൊരു പ്രോംപ്റ്റ് റൺ ചെയ്യുന്നതിനനുസരിച്ച് കറക്റ്റ് റെസ്യൂം കണ്ടന്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ChatGPT എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്നും അതുപോലെ അത് വെച്ച് എങ്ങനെ ഗൂഗിളിൽ പോയിട്ട് അതിന്റെ സെർച്ച് എഞ്ചിൻ കാര്യങ്ങളും എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്നും അതിലെങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ChatGPT-യുടെ ഈ ഒരു ഇന്റർഫേസ്, നമ്മൾ ഈ യൂസർ കാണുന്ന ഈ ഒരു ഇന്റർഫേസിനെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഇതാ ഇവിടെ സൈഡിലായിട്ട് ഒരു മെനു ബാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ വാട്ട് ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ചെയ്യാനൊരു ഇന്റർഫേസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഇന്റർഫേസിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് മെസ്സേജ് ചെയ്യാനൊരു ഇന്റർഫേസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ അവിടെ ഇങ്ങോട്ടുള്ള റെസ്പോൺസ് ഇതാ, ഹലോ അയച്ചപ്പോ ഇതാ ഹൗ ആർ യു ഡൂയിങ് ടുഡേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മുകളിലായിട്ട് ഇതവിടെ ChatGPT-യുടെ ഇവിടെ ഇങ്ങനെ ഐക്കൺ കാണുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ കറന്റ് നമ്മൾ ChatGPT ഗ്രേറ്റ് ഫോർ എവരി ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറന്റ് യൂസ് ചെയ്യുന്ന വേണമെങ്കിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്താണ്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾ പേഴ്സണലി ChatGPT-യെ കുറിച്ച് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇതിന്റെ സെറ്റിംഗ്സ് റെഡിയാക്കണം. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഫൈലിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റിംഗ്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിനെ കുറിച്ച് പലർക്കും അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബേസിക് ഇൻഫർമേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെറ്റിംഗ്സിനകത്ത് ഈ ജനറൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എടുക്കുമ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ തീംസിനകത്ത് സിസ്റ്റം, അപ്പൊ കറന്റ് എന്റെ സിസ്റ്റം ബ്ലാക്ക് മോഡിലായതുകൊണ്ടാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയി നമുക്ക് എന്ത് ചെയ്യാം, ലൈറ്റ് മോഡിലേക്ക് കൊടുക്കാം. അപ്പൊ പിന്നെ അതുപോലെ അക്കൗണ്ട് കളർ എന്ത് ചെയ്യാം, ബ്ലൂ മാറ്റിയിട്ട് നമുക്ക് ഗ്രീൻ കൊടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ നമ്മൾ അയക്കുന്ന മെസ്സേജുകളിൽ ഈ ഒരു മാറ്റങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ ലാംഗ്വേജ് പ്രിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ ഏത് ലാംഗ്വേജിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ അതുപോലെ സ്പോക്കൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ വോയിസ് ചേഞ്ചിങ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വരുന്ന വോയിസ് ചേഞ്ചിങ് റെസ്പോൺസ് എന്ത് ചെയ്യാം, പല ടൈപ്പ് വോയിസുകൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് റെസ്പോൺസ്, അതായത് അവിടെ ഇങ്ങോട്ട് വരുന്ന റെസ്പോൺസും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യണമെങ്കിൽ പബ്ലിഷ് എന്ന് വെക്ക ബട്ടൺ ഓപ്പൺ ചെയ്ത് വെക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നെ ഇതുപോലെ പേഴ്സണലൈസേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും മെമ്മറി എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഈ മെമ്മറിയിൽ നമ്മൾ ChatGPT-യിൽ ചാറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ മെമ്മറി ചെയ്ത് വെക്കാം. ഓക്കെ, അത് ആ ഹിസ്റ്ററിൽ കിടക്കും. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഓക്കെ, അപ്പോ മാനേജ് മെമ്മറീസിൽ എന്താവും, നമുക്ക് സേവ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ടാവും. ഇത് വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട്, ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ അതുപോലെ കസ്റ്റമൈസ് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അവിടെ വേണമെങ്കിൽ നിക് നെയിം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നിക് നെയിം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ വാട്ട് ഡു യു ഡു, നമ്മൾ എന്താ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കാണും ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ കണക്ട് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതില് ഗൂഗിൾ ഡ്രൈവ്, മൈക്രോസോഫ്റ്റ്, ഇതൊക്കെ എന്താ വെച്ചാല് ഈ ഗൂഗിൾ ഡ്രൈവും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി ആയിട്ട് നമുക്ക് ഫയൽസ് എല്ലാം പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഇതൊക്കെ കണക്ട് ചെയ്ത് വെക്കാം. പക്ഷെ അത് നമ്മൾ നമ്മുടെ പ്രൈവസിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. പിന്നെ ഡാറ്റ കൺട്രോൾസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതില് ഇംപ്രൂവ് ദ മോഡൽ ഫോർ എവരി വൺ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എവരി വൺസ് അത് ഓൺ ആക്കിയിടാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അത് ഓഫ് ആക്കിയിടാം. പിന്നെ അതുപോലെ ഷെയർഡ് ലിങ്ക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ. ഏതെങ്കിലും ലിങ്ക്സ് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടി ആയിട്ട് കണക്ട് ചെയ്തിരുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ അർച്ചീവ്ഡ് ചാറ്റ്സ് വരുന്നുണ്ട്, അർച്ചീവ്ഡ് ആൾ ചാറ്റ്സ് വരുന്നുണ്ട്, ഡിലീറ്റ് ആൾ ചാറ്റ്സ്. നമ്മൾ ഇതുവരെ ചാറ്റ് ജി പി ടി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് ഡിലീറ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ സെക്യൂരിറ്റിയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാറ്റ് ജി പി ടി ഈ ഒരു മെയിലിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ വെച്ചിട്ട് ലോഗ് ഔട്ട് ചെയ്യാം. അതല്ല എല്ലാ ഡിവൈസിലും ലോഗ് ഔട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ചാറ്റ് ജി പി ടിയുടെ ഈ ഒരു സെറ്റിംഗ്സിൽ വരുന്നത്. അപ്പൊ ഇത് പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. പിന്നെ അതുപോലെ ചാറ്റ് ജി പി ടി നമ്മളിങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ഹലോ എന്ന് അയച്ചപ്പോ എനിക്കെന്തോ ഹൗ ആർ യു ഡൂയിങ് ടുഡേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുഡ് റെസ്പോൺസ് കൊടുക്കാം, അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ബാഡ് റെസ്പോൺസ് കൊടുക്കാം. പിന്നെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ചാറ്റ് ജി പി ടി 5 വെർഷനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ എനിക്കത് ഓക്കെ ആയില്ല, അപ്പൊ ഒന്നുകൂടി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ ട്രൈ അഗൈൻ കൊടുക്കാം. ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ചാറ്റ് ജി പി ടിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോട്ടോസ് ആഡ് ചെയ്യാം, ഇമേജസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജസിന് ഒരു പ്രോംപ്റ്റ് കൂടി കൊടുക്കുമ്പോൾ അതുമായി റിലേറ്റഡ് ആ പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വരണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ സ്റ്റഡി ആൻഡ് ലേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വരുന്നുണ്ട്. അതുപോലെ ആഡ് ഫോട്ടോസ് ഓഫ് ഫയൽസ് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡീപ് റിസർച്ചിന് വേണ്ടി നമുക്ക് അങ്ങനെ യൂസ്. പിന്നെ അതിൽ മോർ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ് സെർച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ഓപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ വെബ് റിസർച്ച് വരുന്നുണ്ട്. നമുക്ക് വിക്കിപീഡിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനെ റിസർച്ച് അങ്ങനെയും പോവാം. ക്യാൻവാസ് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ വൺ ഡ്രൈവ്, ഇതൊക്കെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്തിട്ട് ചാറ്റ് ജി പി ടി നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും എന്ത് ചെയ്യാം, ഒരു ബേസിക് ഇൻഫർമേഷൻ ആയിട്ടാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചാറ്റ് ജി പി ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പുതിയൊരു ചാറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പെൻ ന്യൂ ചാറ്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൻ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയൊരു ചാറ്റ് ഇവിടെ ജനറേറ്റ് ആയി വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത കണ്ടോ, ഇവിടെ താഴെ ഒരു പുതിയ ചാറ്റിന്റെ പേജ് എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതനുസരിച്ച്. ഓക്കെ. ഞാനിവിടെ ജസ്റ്റ് എലോൺ മസ്കിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ. ഓക്കെ. ഞാൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായി, എലോൺ മസ്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തായി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അയാളുടെ ഫോട്ടോകളൊക്കെ എന്തായിട്ടുണ്ട്, ആളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ അത് കണ്ടോ, വിക്കിപീഡിയ ലിങ്ക് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എന്താവും, വിക്കിപീഡിയയിലൊക്കെ ആയിട്ട് പോവാം. എലോൺ മസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടോ. ഇങ്ങനെ ചാറ്റ് ജി പി ടി എന്താണ്, ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ സെർച്ച് ചാറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതുവരെ ചാറ്റ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ വരുന്നത് ലൈബ്രറി ആണ്. ഞാൻ എന്തെങ്കിലും ഇമേജസ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇമേജസിന് പ്രോംപ്റ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു ലൈബ്രറീസിലാണ് വന്ന് കിടക്കുക. ഇത്രയും കാര്യങ്ങൾ ചാറ്റ് ജി പി ടിയിൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ബേസിക് ഇൻഫർമേഷൻ ആണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആകാൻ വേണ്ടിയാണ് ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ ചാറ്റ് ജി പിയുടെ റൈറ്റ് സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഐക്കണ് കാണാൻ പറ്റും നിങ്ങൾക്ക്. സൈഡിൽ ടേൺ ഓൺ ടെമ്പററി ചാറ്റ്, അവിടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ടെമ്പററി ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ ചാറ്റ് ജി പിയുടെ മിസ്റ്റേക്ക് അങ്ങനെ കുറവുകളാണെങ്കിൽ പോലും പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ചാറ്റ് ജി പി ടി ഒന്ന് അപ്ഡേറ്റ് ആയി വരുന്നതിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും കേട്ടോ.
അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ഇനിയുള്ള കാലത്തേക്കുള്ള ട്രെയിനിങ്ങിനൊക്കെ അത് ഉപയോഗപ്പെടും. ഓക്കെ, ഇപ്പൊ നമ്മൾ മെമ്മറിയിൽ അവർക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ എന്താവും, ചാറ്റ് ജി പി ടി ഒക്കെ മൈനസുകളൊക്കെ എന്ത് ചെയ്യാവും, സെറ്റ് ആക്കിയിട്ട് നമുക്ക് അത് ഒന്നുകൂടെ ട്രെയിൻ ചെയ്ത് വരുന്നതിനൊക്കെ ബെനിഫിറ്റ് ആവും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. കൂടുതൽ മെന്റർ സപ്പോർട്ടിനായിട്ട് ക്യുനെക്സ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ലിങ്കും അതുപോലെ കോൺടാക്ട് നമ്പറും നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കൂടുതൽ AI ടൂൾസിന്റെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. സോ താങ്ക് യു ആൾ.